നമസ്കാരം. ചങ്ങാതീസ് സൗജന്യ വിപണന കേന്ദ്രം അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഉത്രാടം നാളിൽ നടന്നു. ചാത്തന്നൂർ നിയോജക മണ്ഡലം MLA ഗോപകുമാർ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിൽ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ കുഞ്ഞയ്യപ്പൻ സാറ്, അതുപോലെ ചാത്തന്നൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ ശ്രീകുമാർ, ചെറക്കര പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി ഉഷ ജഗദീഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് MLA ഗോപകുമാർ സാർ കുറേ സാധനങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ ഷോപ്പിൽ സമ്മാനിച്ചു. കൂടാതെ 2-3 ദിവസം മുൻപ് ഈ വീഡിയോയിലൂടെ ഈ ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞ കോട്ടയത്തുള്ള ഒരു സ്ത്രീ, അവർ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസർ വന്നു, അതിനുശേഷം അവർ ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞ് വരികയാണ്. അവരുടെ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി, ഒരു കുട്ടി മാത്രമാണുള്ളത്. അവർക്ക് ഒരു ടേബിൾ ഫാൻ, ഒരു പഴയ ടേബിൾ ഫാൻ വേണമെന്ന് ഒരു ആവശ്യം പറഞ്ഞു. അത് യോഗത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് പറഞ്ഞു. ഉടൻ തന്നെ ചാത്തന്നൂരിലെ വാർഡ് മെമ്പറായ ശ്രീ ശ്രീകുമാർ അത് ഓണം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു പുതിയ ടേബിൾ ഫാൻ വാങ്ങി ഇവിടെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ കൈകളിൽ ഞങ്ങളെത്തി. അന്ന് തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ സാധനങ്ങൾ വാങ്ങാനായി വന്നു. തിരുവോണത്തിന് പുതിയ വസ്ത്രങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് അന്നിവിടെ എത്തുകയുണ്ടായി. അവരെല്ലാം സന്തോഷത്തോടു കൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. എന്തൊക്കെയായാലും ഇതൊരു വലിയ വിജയമായിട്ട് കാണുന്നു. എല്ലാവരുടെയും സഹകരണം ഇതിൽ കിട്ടിയത് കൊണ്ടാണ് ഇതൊരു വിജയമാക്കാൻ സാധിച്ചത്. ഇനിയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോപ്പിൽ എത്തിക്കുക. അത് യഥാർത്ഥത്തിൽ അത് കിട്ടേണ്ടവർക്ക്, അത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുടെ കൈകളിൽ തന്നെ അത് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എല്ലാവരോടും കൂടി ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം പലരും ഫോൺ ചെയ്ത് ചോദിച്ചു, ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഉദ്ഘാടന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ ഇതോടൊപ്പം ഒരു മുഴുവനായി കാണുക. കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഈ വീഡിയോ നിങ്ങളൊക്കെ ഷെയർ ചെയ്തതുകൊണ്ട് ഒരുപാട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വിളിച്ചു ചോദിക്കുകയും ഈ സ്ഥാപനം ഇങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ വരെ ഇവിടെ എത്തിയിട്ടുള്ളതായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും 10-65 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആൾക്കാർ ഇവിടെ ഈ സ്ഥാപനം ഉണ്ടോ എന്നറിയാൻ വന്നതിന് ശേഷം പിന്നീട് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വരികയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം ഞങ്ങൾക്കുണ്ടാവണം. സാമ്പത്തികമായിട്ട് യാതൊരു സഹായവും വേണ്ട. ഈ പറഞ്ഞ പോലെ നിങ്ങളറിയാതെ നിങ്ങളൊരു ചാരിറ്റിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നൊരു ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടാകും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിലെ മെമ്പർ, 9ാം വാർഡ് ചാത്തന്നൂർ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ ഇത്തിക്കര ബ്ലോക്ക് മെമ്പർ, പ്രിയപ്പെട്ടവരെ, വളരെ നാൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആശയം എന്നിലുണ്ടായിരുന്നു. അതിപ്പോൾ സാഹചര്യമൊക്കെ ഒത്തുവന്നപ്പോൾ അത് ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചതാണ്. ഇവിടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത്
നമ്മുടെ വീട്ടില് നമ്മളുടെ ധാരാളം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എല്ലാ വീടുകളിലും വെച്ചിട്ടുണ്ട്. നമ്മളത് വിൽക്കാറില്ല, വിറ്റാലും വലിയ വിലയൊന്നും കിട്ടില്ല. അപ്പൊ ഇതൊക്കെ മേടിക്കണമെങ്കിൽ ധാരാളം പണം വേണം. പണമില്ലാത്ത കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സഹായം എന്ന നിലയിലാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള യാതൊരു ഇടപാടുകളും ഇല്ല. നമുക്ക് താല്പര്യമുള്ളവർ ഇതുപോലെ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തൊരു ചാരിറ്റിയിൽ പങ്കാളിയാകണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ അവർ സ്വമേധയ അവരുടെ വീട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക്സ് അങ്ങനെ എന്ത് സാധനങ്ങളും നമുക്ക് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ അത് എത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ ആമുഖമായിട്ട് ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ഈ ഓണത്തിന് ശേഷം ഇത് വിപുലമായിട്ടൊരു ഉദ്ഘാടനം നടത്താമെന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷേ കുറേ ഡ്രസ്സും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഓണത്തിന് ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടട്ടെ എന്ന് ഉള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഈ വിവരം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗോപസാറിനെ ഞാൻ വിളിച്ചറിയിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാമല്ലോ, വളരെ തിരക്കുള്ള ഒരു MLA ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ എന്താണ് എന്ന് ചോദിച്ചതിന്റെ വിശദീകരണം നൽകിയപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം വരാമെന്ന് പറയുകയും കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിന്റെ പേരിലും ഈ നാട്ടുകാരുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള സ്വാഗതം അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇത്തിക്കര ബ്ലോക്ക് മെമ്പർ അയ്യപ്പ സാറാണ്. അയ്യപ്പ സാറ് ഇതുപോലെ സാമൂഹിക പ്രവർത്തന രംഗത്ത് വളരെയധികം പ്രവർത്തികൾ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നത്. വിളിച്ച് അദ്ദേഹം ആ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഓടിയെത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിന്റെ പേരിലും ഇവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തരുടെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലുള്ള സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ വാർഡിലെ മെമ്പർ ഉഷ ഈ വാർഡിലെ പുതുതായിട്ട് വന്ന മെമ്പറാണ്. ഓടി നടന്ന് സാമൂഹ്യ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന മെമ്പറാണ്. നമ്മുടെ എല്ലാവരുടെയും മെമ്പറാണ്. ശ്രീമതി ഉഷയ്ക്ക് ഈ യോഗത്തിലേക്കും സ്വാഗതം. അതുപോലെ നമ്മുടെ ശ്രീകുമാർ ചാത്തന്നൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിലെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു മെമ്പറാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാം. എന്ത് വിഷയം എവിടെയുണ്ടെങ്കിലും ഓടിയെത്തുന്ന ശ്രീകുമാർ മെമ്പറിന് ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും, ഇനി ഇവിടെ വരാൻ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും എല്ലാം ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിനും ഒരു ചെറിയൊരു പ്രസംഗത്തിനും വേണ്ടി നമ്മുടെ ആദരണീയനായ MLA ഗോപകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനായ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ അവർ, എൻ്റെ പ്രിയ സുഹൃത്ത് ബ്ലോക്ക് പഞ്ചായത്താണ് ശ്രീ അയ്യപ്പ സാറ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ഉഷ ജഗദീഷ്, ശ്രീ ശ്രീകുമാർ, ബഹുമാന്യ, ഈ ഉത്രാട നാളിൽ നല്ല ഒരു സംരംഭത്തിനാണ് ജയചന്ദ്രൻ വക്കീലെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്നലെയാണ് എന്നോട് പറഞ്ഞത്, ഒരു സേവന പ്രവർത്തനം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നമുക്കറിയാം. ഒരു അഭിഭാഷകൻ എന്ന രീതിയിലും ഒപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കൃത്യമായിട്ടും ഇടാറുണ്ട്. വേണമെങ്കിൽ ഒരു വക്കീൽ എന്ന രീതിയിൽ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് സ്വന്തം പ്രൊഫഷൻ നോക്കി മാത്രം പോകാം. ഇതങ്ങനെയല്ല. തനിക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കുക, ഒപ്പം തന്നാലാവുന്ന രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അദ്ദേഹത്തെ വളരെ ദീർഘകാലത്തെ വ്യക്തിബന്ധമാണ്. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഓണനാളിൽ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് നമ്മൾ ഉപയോഗിക്കാത്ത എന്നാൽ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന വസ്ത്രങ്ങളടക്കം ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളത് നശിപ്പിച്ച് കളയോ മറ്റൊക്കെയാണ് ചിലപ്പോൾ ചെയ്യാറുള്ളത്.
ഇതൊരു പൊതു സ്ഥലത്ത് കൊണ്ടുവരിക, അത് ആവശ്യക്കാർക്ക് കണ്ടറിഞ്ഞ് ശരിയായ കരങ്ങളിലേക്ക് അത് എത്തിക്കുവാനുള്ള ഒരു നല്ല മനസ്സ്, ആ നല്ല മനസ്സ് ഏറെ അഭിനന്ദനാർഹമായ ഒരു സ്വഭാവ സവിശേഷത തന്നെയാണ്. അതാണ് നമ്മൾ ഇന്ന് ഒരു ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. ഈ ഓണനാളിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന ജയത്തിനും വക്കീലിനും ഈ സ്ഥാപനത്തിനും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം. ചിലപ്പോൾ ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാൻ കഴിയാത്തതായ നിരവധി സാധനങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ട്, ഇരിപ്പുണ്ട്. അത് ഇലക്ട്രിക് സാധനമാണ്. വസ്ത്രങ്ങളാണെങ്കിൽ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മൾ വാങ്ങിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളാണ്. ആ കൊച്ചിന്റെ ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയാതെ വരികയാണ്. അത് പിന്നെ അവിടെ കളഞ്ഞേക്കുകയും ചെയ്തു. എന്നാൽ അത് മറ്റൊരാൾക്ക് കഴുകി തിരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന വിധം ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ മഹത്തായ ഒരു ആശയം, മഹത്തായ ഒരു സന്ദേശമാണ് മാതൃകയായിട്ട് ശ്രീ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ കല്ലമ്പലത്തും വർക്കരയൊക്കെ ഇതേ കണക്കുള്ള വലിയ ഇതേ സംഭവങ്ങൾ തുടങ്ങി. ഭയങ്കര വിജയമാണ്. ക്ലബുകളുടെ നേതൃത്വത്തിൽ നടത്തും, നല്ല വിജയങ്ങൾ നടത്തും. അപ്പൊ ഇതിന് എന്തുകൊണ്ടും ശോഭനമായ ഒരു ഭാവിയുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, വലിയ വില കൂടിയ സാധനങ്ങൾ, ഉപയോഗിച്ചതായാലും ഉപയോഗിക്കാത്തതായാലും മറ്റൊരാൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അതിന് അർഹതപ്പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട്. വൈലോപ്പള്ളി തന്റെ ഒരു കവിതയിലൂടെ വിഷു ആഘോഷിക്കുമ്പോൾ നമ്മള് രാവിലെ കണ്ണുപൊത്തി ഇണിയിപ്പിച്ചു കൊണ്ടുവന്നാണ് കൃഷ്ണവിഗ്രഹത്തിന്റെയും അണിയിച്ചൊരുക്കിയിരിക്കുന്ന സാധനങ്ങളുടെ മുമ്പിൽ നമ്മളെ കണ്ണുപൊത്തിച്ചുകൊണ്ട്, കുട്ടിക്കാലത്ത് നമുക്കത്രയും പ്രാധാന്യമില്ലെങ്കിലും വടക്കൻ ജില്ലകളിൽ വളരെ ഓണത്തേക്കാൾ പ്രാധാന്യമാണ് വിഷു. ആ വിഷുവിന് കണ്ണു പൊത്തിച്ച് കൊണ്ട് വരുമ്പോൾ ചുറ്റുപാടും കുടിലുകളിലെ, അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തുള്ള കുടിലുകളിലെ വിളക്ക് കത്തിയിട്ടില്ല. തന്നോടൊപ്പമുള്ള കൂട്ടുകാർ ഉണർന്നിട്ടില്ല. അവരുടെ മാനസികാവസ്ഥ അദ്ദേഹം കാണുന്നു. അവർക്കൊരു
എൻ്റെ വീട്ടിലുണ്ടാകുന്ന വിഷുവിൻ്റെ ആഘോഷം എൻ്റെ പരിസരത്തുള്ള വീട്ടിലുള്ള ആളുകൾക്ക് കൂടി അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനോട് കൂടി അത് സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ കവിതയാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡിന് അർഹത നേടിക്കൊടുക്കുന്നത്. പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ തൊട്ടറിയുന്നത് ജനപ്രതിനിധികളാണ്. അവർക്കറിയാം ഏറ്റവും പാവപ്പെട്ട ആരാണ്. അവർ തീർച്ചയായിട്ടും ഈ ഷോപ്പിന്റെ സേവനം അവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നമ്മുടെ ഇതിന്റെ ആശംസ പറയുന്നതിന് വേണ്ടി ചത്തന്നൂർ പഞ്ചായത്ത് അംഗവും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീകുമാർ അവരെ ക്ഷണിച്ചോളൂ. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹപാഠിയാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ് ജയചന്ദ്രൻ വക്കീൽ. ഇത് ഉദ്ഘാടനം ചെയ്ത ഗോസാർ, ബ്ലോക്ക് മെമ്പർ കുഞ്ഞയ്യപ്പ സാർ, വാർഡ് മെമ്പർ ശ്രീമതി ഉഷ, മറ്റ് വേദിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു ആശയം ജയചന്ദ്രൻ്റെ മനസ്സിൽ ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ഞങ്ങൾ തമ്മിൽ സ്ഥിരമായിട്ട് കാണാറുള്ളതും സംവദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഓരോ തവണ വരുമ്പോഴും ഓരോ ഇതേമാതിരിയുള്ള ചാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു ആശയം പുള്ളിയുടെ മനസ്സിൽ വന്നത് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത് ഇദ്ദേഹം ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ പരിചയമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്നും ഇവിടത്തേക്ക് നമുക്ക് സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യണമെന്നും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, അപ്പൊ അവർക്കത് മനസ്സിലാകുമ്പോൾ അവരുടെ വീട്ടിലിരിക്കുന്ന ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ ആൾക്കാർ ശ്രമിക്കും. അതിന് നമ്മൾ കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഞാനിവിടെ വന്നപ്പോൾ ജയചന്ദ്രൻ വക്കീൽ എന്നോട് പറഞ്ഞ് ഒരു പത്തനംതിട്ടയിലുള്ള ഒരാൾ വിളിച്ച് ഒരു ഫാനിന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. ആ ഫാൻ ഞാൻ വാങ്ങി, പുതിയതായ ഒരു ഫാൻ വാങ്ങി ഇവിടെ നൽകുന്നതായിരിക്കും എന്നതായിട്ട്. അങ്ങനെയുള്ള എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ജയചന്ദ്രനോടൊപ്പം ഉണ്ടാകും, ഈ സ്ഥാപനത്തിനും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ എന്താവശ്യത്തിനും ജയചന്ദ്രൻ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ തന്നെ ജയചന്ദ്രൻ എന്നെ വിളിക്കാറുണ്ട്. എന്തിനു വിളിച്ചാലും ഞാൻ കൂടെ ഉണ്ടാവും. ഈ സംരംഭം ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബ്ലോക്ക് മെമ്പർ ദീപ സാറ്, ശുഭ പഞ്ചായത്ത് മെമ്പർ ശ്രീകുമാർ സാർ, എല്ലാവർക്കും എൻ്റെ ഈ സംരംഭത്തിൽ പങ്കെടുത്തതിന് വേണ്ടി എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ജയചന്ദ്രൻ വക്കീലിൻ്റെ ഈ സംരംഭം നല്ലൊരു നിലവാരമുള്ളൊരു പരിപാടിയാണ്. കാരണം വെച്ചാൽ സാധാരണക്കാരന് ഉപയോഗപ്രദമായ ഒരു സംരംഭം. ഇത് ഇവിടെ എങ്ങും ശ്രീമാൻ സാർ പറഞ്ഞ കണക്ക് ഇതെങ്ങും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇങ്ങനെ സംരംഭം ഇവിടെ തുടങ്ങുന്നത് തന്നെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതിൻ്റെ എല്ലാ വിജയത്തിലും എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിളിക്കുന്നു. നന്ദി, നമസ്കാരം.
ഞാൻ ഡോക്ടർ സീന മുരുകൻ, ഫിറ്റ്നസ് ട്രെയിനറാണ്. കൊല്ലമാണ് എൻ്റെ സ്ഥലം. സ്മാർട്ട് ലേഡി ഫിറ്റ്നസ് ലോഞ്ച് എന്ന സ്ഥാപനം നടത്തുന്നു. അഡ്വക്കേറ്റ് ജയചന്ദ്രൻ സാറിനെ എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് പരിചയമുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു ചാരിറ്റി ഗ്രൂപ്പിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, പരവ് കോടതിയിൽ വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനൊരു ആശയം, പാവങ്ങളുടെ ഒരു കട എന്ന് പറയുന്ന ഒരു ആശയം മനസ്സിലുണ്ട്, അങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ വലിയ താല്പര്യം തോന്നി. ഞാനും അത് സപ്പോർട്ട് ചെയ്തു സാറിനെ. ഏറ്റവും നല്ല കാര്യം, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല, അത് മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. സാധാരണ രീതിയിൽ എല്ലാവരും ചാരിറ്റി ചെയ്യുന്നതെന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരു ഗ്രൂപ്പുകൾ തുടങ്ങി സഹായിക്കുകയോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് തുടങ്ങുകയോ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങുന്നത് എനിക്കൊരു അത്ഭുതകരമായിട്ട്. കാരണം ഒരു കട, കാരണം ചില മനുഷ്യർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ചോദിക്കാൻ ഒരു വിഷമമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു കടയിൽ വന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. അത്തരം ഒരു ആശയം ജയചന്ദ്രൻ സാറ് തുടങ്ങി ഇങ്ങനൊരു സ്ഥാപനം എടുത്തു. അതിൽ അംഗങ്ങളാകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിനകത്ത് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അവരവരുടെ വീടുകളിൽ ഉപയോഗശൂന്യമായതല്ല, ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ പുതിയ പുതിയ സാധനങ്ങൾ മേടിക്കുമ്പോൾ പഴയ സാധനങ്ങൾ നമുക്ക് മറ്റുള്ള ആക്രിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റാതിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി സ്വരൂപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങി കൊണ്ടുവയ്ക്കുമ്പോൾ വാങ്ങിക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റിലുമുണ്ട്. പക്ഷെ അഭിമാനബോധം, മറ്റുള്ളവരോട് ചോദിക്കാനുള്ള ഒരു അഭിമാനബോധം കേടും അവർക്കുണ്ടായതുകൊണ്ട് ഇത്തരത്തിലൊരു സ്ഥാപനം അവർക്ക് ഉപകാരപ്പെടും. അവർക്കൊരിക്കലും തോന്നത്തില്ല നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുകയല്ല, നമ്മളൊരു കടയിൽ പോയി പൈസ കൊടുക്കാതെ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കൊണ്ട് പോവുക. ഈ സംരംഭം വളരെ മുന്നോട്ട് പോകുന്ന എനിക്ക് അതിയായ ഒരു ബോധ്യമുണ്ട്. കാരണം ഈ ഒരു സംരംഭം എനിക്ക് തോന്നുന്നു കൊല്ലത്ത് തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്തരത്തിലൊരു സംഭവം തന്നെ ഉണ്ടാവുന്നത്. അതിന് ഞാൻ ജയചന്ദ്രൻ സാറിന്റെ ഫാമിലിയോട് അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ സ്ഥാപനത്തിലൂടെ ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടട്ടെ, ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ നൽകട്ടെ. ഒരു പക്ഷേ ഡ്രസ്സോ സാധനങ്ങളോ അല്ലാതെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഈ കട ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. എന്നും പുതുമകളുടെ ഒരു വക്താവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ വക്കീൽ. അദ്ദേഹം പലപ്പോഴും വ്യത്യസ്തമായ ആശയങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഹൗ ടു ഹെൽപ്പ് എ പുവർ, അത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. വ്യത്യസ്തമായ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പുതിയ സംരംഭമാണ് ഇപ്പോൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ക്രിയാത്മകമായി ഏത് മേഖലയിലും എന്നും അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത്തരത്തിൽ സാധുക്കൾക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗപ്രദമാകത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങളായിരുന്നാലും ഗാർഹിക ഉപകരണങ്ങളായിരുന്നാലും വാങ്ങി വരുന്ന ആൾക്ക് അത് ഉപയോഗം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പുതുമ നഷ്ടപ്പെടും. ആ പുതുമ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതവര് സേഫായിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കുകയായിരിക്കും ചെയ്യും. അത്തരം സൂക്ഷിക്കുന്ന ഉപകരണങ്ങളായിരുന്നാലും വസ്ത്രങ്ങളായിരുന്നാലും എന്തൊക്കെ ആയിരുന്നാലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു സങ്കല്പമാണ് ഫ്രീ ഷോപ്പിംഗ് സിസ്റ്റം ജയചന്ദ്രൻ വക്കീൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഈ സംരംഭം ഉത്തരോത്തരം ഉയരങ്ങളിലെത്തട്ടെ. അദ്ദേഹത്തിൻ്റെ ഓരോ ദൗത്യത്തിനും വാഗ്ദാനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.